ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കർണാടകത്തിലെ കൂർഗ് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ആണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. തലക്കാവേരി ആണ് നദിയുടെ ഉത്ഭവസ്ഥാനം. കാവേരി നദിയുടെ നീളം 765 കിലോമീറ്റർ ആണ്. ദക്ഷിണ ഗംഗ എന്ന് അറിയപ്പെടുന്നത് കാവേരി നദി ആണ്. മേട്ടൂർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിൽ ആണ്. കാവേരിയുടെ പോഷക നദിയായ കേരളത്തിലെ നദിയാണ് കബനി. ഈറോഡ്, തിരുച്ചിറപ്പള്ളി, ശ്രീരംഗം എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയുടെ തീരത്താണ്. ശിവസമുദ്രം, ശ്രീരംഗം എന്നീ ദ്വീപുകൾ കാവേരി നദിയിൽ ആണ്. തമിഴ്നാട്ടിലെ പ്രധാന വെള്ളച്ചാട്ടമാണ് ഹൊഗനക്കൽ വെള്ളച്ചാട്ടം. കാവേരി നദി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നത് ഹൊഗനക്കലിൽ വെച്ച് ആണ്. ഹൊഗനക്കൽ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ആണ് തമിഴ്നാടും കർണാടകയും. ഹൊഗനക്കൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നത് ജപ്പാന്റെ സഹായത്തോടെ ആണ്. കാവേരി നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ നിലവിൽ വന്നത് 1990 ആണ്. ഇന്ത്യയിലെ ആദ്യ അണക്കെട്ടായ കല്ലണൈ അണക്കെട്ട് നിർമ്മിച്ചത് AD 1-ാം നൂറ്റാണ്ടിൽ കരികാല ചോളൻ ആണ്. ഇത് കാവേരി നദിയിൽ ആണ് നിർമ്മിച്ചത്. 19-ാം നൂറ്റാണ്ടിൽ ഗ്രാൻഡ് അണക്കെട്ട് എന്ന് ഇതിന് പേര് നൽകി. ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ ശിവസമുദ്രം പദ്ധതി 1902 സ്ഥാപിച്ചത് കാവേരി നദിയിൽ ആണ്. കർണാടകത്തിലെ കൃഷ്ണരാജസാഗർ ഡാം അഥവാ വിശ്വേശ്വരയ്യ ഡാം, തമിഴ്നാട്ടിലെ മേട്ടൂർ ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിൽ ആണ്. മൈസൂർ, സേലം, തഞ്ചാവൂർ, കുംഭകോണം എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയുടെ തീരത്താണ്. കാവേരി നദിയുടെ പോഷക നദികൾ ആണ് കബനി, ഭവാനി, പാമ്പാർ, അമരാവതി, ഹേമാവതി എന്നിവ. കാവേരി നദി തമിഴ്നാട്ടിലെ പൂംപുഹാറിൽ വെച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. കാവേരി നദിയുടെ പോഷക നദികളായ കബനി, ഭവാനി, പാമ്പാർ എന്നിവ കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ആണ്. വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്കൊഴുകുന്ന നദിയാണ് കബനി. തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉത്ഭവിച്ച് 13 കിലോമീറ്റർ ഒഴുകി കേരളത്തിൽ എത്തുന്ന നദിയാണ് ഭവാനി. പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന ഭവാനി കൽക്കണ്ടിയൂരിൽ വെച്ച് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നു. ഇടുക്കി ജില്ലയിലെ ദേവികുളത്ത് നിന്ന് ഉത്ഭവിച്ച് 29 കിലോമീറ്റർ കേരളത്തിലൂടെ ഒഴുകിയ ശേഷം തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന നദിയാണ് പാമ്പാർ. ഇത് തലയാർ എന്നും അറിയപ്പെടുന്നു. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചാണ് കാവേരിയുടെ പ്രധാന പോഷക നദികളിൽ ഒന്നായ അമരാവതി രൂപമെടുക്കുന്നത്.